ഹായ് വെൽക്കം ടു ഡേ 4 ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ബിഗ് ഫോർ ഓഡിറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് TOC വർക്ക് പേപ്പർ എന്താണെന്ന് മനസ്സിലാക്കാം. ഇവിടെയാണ് നമ്മൾ എൻറ്റിറ്റിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് സാമ്പിൾസ് എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോണേ. അതിനു മുന്നേ എന്താണ് സാമ്പിൾസ്, എന്തുകൊണ്ടാണ് നമ്മൾ സാമ്പിൾസ് എടുക്കണേ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണേ ന്യൂ ജോയിനീസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കൺട്രോളാണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ വർഷം റിക്രൂട്ട് ചെയ്ത എല്ലാ എംപ്ലോയീസിനെയും എംപ്ലോയി മാസ്റ്ററിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ആ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ. ഒരു 5000 ന്യൂ ജേർണീസ് ഈ വർഷം ഉണ്ടെന്ന് വെച്ചോ. ആ എൻ്റയർ പോപ്പുലേഷൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റ് തീർന്നാൽ പോലും ആ ടെസ്റ്റിംഗ് തീരൂല. അതുകൊണ്ടാണ് നമ്മൾ സാമ്പിൾസ് സെലക്ട് ചെയ്യണത്. സാമ്പിൾസ് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റയർ പോപ്പുലേഷനെ സെലക്ട് ആക്കാനുള്ള ഈക്വൽ ചാൻസ് കൊടുക്കുന്ന റാൻഡം സാമ്പിളിംഗ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യണത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടുന്ന സാമ്പിൾസിനെ ടെസ്റ്റ് ചെയ്താൽ എൻ്റയർ പോപ്പുലേഷനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഒക്കും. ഫോർ എക്സാമ്പിൾ, അരി തിളപ്പിക്കാൻ വെച്ചിട്ട് വെന്തോ എന്നറിയാൻ നമ്മൾ ഫുൾ ചോറ് എടുത്ത് കഴിച്ച് നോക്കൂലല്ലോ. 1-2 എടുത്ത് കഴിച്ച് നോക്കിയിട്ട് ഫുൾ ചോറ് വെന്തോ എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഇത് തന്നെയാണ് സാമ്പിളിങ്ങിൻ്റെ ലോജിക്കും. ഇതുപോലെ തന്നെ സാമ്പിൾസ് വഴി എൻ്റയർ പോപ്പുലേഷനെ കൺക്ലൂഡ് ചെയ്യണതുകൊണ്ടാണ് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ അബ്സൊല്യൂട്ട് അഷുറൻസ് കൊടുക്കാണ്ട് റീസണബിൾ അഷുറൻസ് കൊടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സാമ്പിൾസ് സെലക്ട് ചെയ്യണേ, ഏത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യണേ എന്ന് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.